പക്ഷെ അത് എല്ലാരും അവരുടെ സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് ചെയ്യും. ഇങ്ങനെ മിക്സ് ആയിട്ട് പല സ്റ്റേറ്റിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് അങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നത്. ഞാൻ ക്ലാസിക്കലായിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. എനിക്കിപ്പോ US, അർജന്റീന എല്ലാം ഉണ്ട്, ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. സ്വീഡനിലുണ്ട്. അത് ഓൺലൈനിൽ എത്ര മാസം? ഓൺലൈനില് അത് നമുക്ക് പഠിക്കാൻ എങ്ങനെ പോസിബിൾ ആണോ? പോസിബിൾ ആണ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം. എന്താന്ന് വെച്ചാല് നമ്മൾ നേരിട്ട് പഠിക്കുമ്പോ ജസ്റ്റ് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഇതിങ്ങനെ പറയുമ്പോ അവർക്ക് പറയണം യുവർ റൈറ്റ് സൈഡ്. പിന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു, ഈ കോർണറിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയണം അവരോട് ഫോർവേഡ് വന്നിട്ട് റൈറ്റ് യുവർ കോർണർ മൂവ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറെ ടൈം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സമയം എടുക്കും. ഞങ്ങൾ വീഡിയോ നോക്കി പഠിക്കുമ്പോഴും അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നത്. സൈഡ്സ് ടേണിംഗ് ഒക്കെ അതെ, സൈഡ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോഴും നമ്മൾ അങ്ങനെ പറയണം. ചില ടീച്ചേഴ്സ് ഒക്കെ അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കളിച്ച് കാണിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിങ്ങനെ പറയും അവർക്ക്. എന്താ വെച്ചാല് തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് സെയിം ഇപ്പൊ ലെഫ്റ്റ് മാത്രം ചെയ്താലേ അവർ റൈറ്റ് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ഏജിലുള്ളവരൊക്കെ തന്നെയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അങ്ങനെയാണ്. ഭരതനാട്യത്തിന്റെ എനിക്ക് ഭരതനാട്യം ഇല്ല, ഞാൻ കുച്ചിപ്പുടി മാത്രമാണ് പഠിപ്പിക്കുക. ഭരതനാട്യം ക്ലാസ്സസ് വേണമെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ ഇപ്പോ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കുച്ചിപ്പുടി മാത്രമാണ് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്. പക്ഷെ പലരും ഭരതനാട്യം ചോദിക്കുന്നുണ്ട്. അപ്പോ അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ. ബിക്കോസ് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കേരളത്തില് ഒറ്റ കുച്ചിപ്പുടി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഭരതനാട്യം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ പേര് നഷ്ടപ്പെടും. കേരളത്തില് കുച്ചിപ്പുടി മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെയാണ്. ബിക്കോസ് കേരളത്തില് എപ്പോഴും എല്ലാം കൂടി പഠിപ്പിക്കും. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഓട്ടംതുള്ളല്, ഫോക്ക് എല്ലാം. അതെ അതെ അതെ. അപ്പൊ അത് കാരണം അവരെല്ലാം പഠിപ്പിക്കും. നമുക്ക് അങ്ങനെയല്ല, നമ്മളങ്ങനെ ചെയ്യില്ല. കുച്ചിപ്പുടിയുടെ മൂവ്മെന്റ്സ് ഭരതനാട്യത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. മുദ്രകളൊക്കെ സെയിം ആണ്, പക്ഷെ മൂവ്മെന്റ്സില് അത് ജോമെട്രിക്കലി മൂവ്മെന്റ്സ് ആണ്. എല്ലാം ഇങ്ങനെ ഇങ്ങനെ കട്ട് ഇതുണ്ടാവും. കുച്ചിപ്പുടിക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളാ. പിന്നെ മാത്രല്ല അഭിനയ പോർഷൻ വരുമ്പോഴേക്ക് ഒരു ഡാൻസ് ഒന്നും അറിയാത്ത ആൾക്ക് പോലും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ശരിക്കും ആ കാണുന്നവർക്ക് റീച്ച് ആവും. ഇന്ന ക്യാരക്ടറാണ് അവർ ചെയ്യുന്നത്, ഇന്ന ക്യാരക്ടറാണ് എന്നുള്ളത് വേറെ ഒന്നും പറയണ്ട. മുദ്രാസ് അല്ല, ഇവിടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷൻസിലാണ് ഈ ക്യാരക്ടറാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. അത് കുച്ചിപ്പുടിയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു നല്ല ഒരു സംഭവമുണ്ട്. മറ്റതൊക്കെ കുറേ മുദ്രകൾ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡാൻസ് അറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളത്. അതല്ലാണ്ട് ഇത് വളരെ എന്താ പറയാ, അതെ, റീച്ചോ. ഈ ഡാൻസ് ഒരു ആത്മീയ സാധനയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒരു ഡാൻസ് ഒരു ആത്മീയ വാസനയായിട്ട് മാറുന്നത് അഭിനയം അല്ല, ഈ ഡാൻസ് നമ്മള് നാട്യം എങ്ങനെയാണ് ഒരു ഉപാസനയായിട്ട് അത് അതിലേക്ക് നമ്മള് ചെല്ലാന്നുള്ളത്? അത് എല്ലാ ഇപ്പൊ നിങ്ങളുടെ മെഡിറ്റേഷൻ ഒരു സ്ഥായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അപ്പുറത്തേക്ക് പോകുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. ഒരു ഉപാസന ആയിട്ട് എടുക്കണം നമ്മള്.
അത് ഓൺലി ഫോർ ബിസിനസ്സോ അങ്ങനെ അല്ലാണ്ട്. അഫ്കോഴ്സ് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ഫീസ് വെക്കണം, നമ്മൾ ഫീസ് വാങ്ങണം, അതൊക്കെ വേണം. പക്ഷെ ചിലവർ അത് അത്ര മാത്രമേ ചിന്തിക്കൂ, അതിന് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കൂ. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെയാണ് റീച്ച് ചെയ്യുക? ഇപ്പൊ ഓരോ ക്യാരക്ടറിലേക്ക് നമ്മൾ ഒരു കൃഷ്ണന്റെ ഒരു ക്യാരക്ടർ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മള് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് കൃഷ്ണനായി മാറും, നമ്മൾ മാറും. അതാണ് നമ്മൾ അവിടെ എത്തുന്നത്. നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറാണ് ചെയ്യുന്നത്, നമ്മളെ മറക്കും ആ സമയത്ത്. നോ, ദാറ്റ് ഈസ് ഡിഫറെന്റ്. ആക്ടർ ഇസ് ഡിഫറെന്റ്. ഇത് നമ്മൾ ഇൻവോൾവ് ആവാണ് ചെയ്യുന്നത് അതിലോട്ട്. അതിൽ. കറക്റ്റ്, അതെ, അങ്ങനെയാണ്. ആക്ടിങ് ആ നിമിഷം കൊണ്ട് നമ്മൾ ചെയ്യും, പിന്നെ റിലാക്സ് ആവും. ഇത് നമ്മൾ കുറച്ചു നേരത്തേക്ക് ചിലപ്പോ നമ്മൾ ആ മൂഡിലേക്ക് റൈറ്റ്. പഠിച്ചിട്ടില്ല. നമ്മളുടെ അവിടെ ചെങ്ങന്നൂര് ക്ഷേത്രം ഉണ്ടല്ലോ, മഹാദേവ ക്ഷേത്രം. അവിടെ അടുത്ത് തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ പെൺകുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ഇപ്പം ഒരാഴ്ചക്ക് മുന്നേ അവിടെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പം കരിയർക്ക് ഞാൻ പറഞ്ഞപ്പം വേറെ അടുത്ത് അവിടെ മാറി ഒരു സാറ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇത് ഗുരു കഴിയുമ്പോ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെയാ സ്ഥലം? അത് കാരക്കാട്. പ്രഭാകർ, അത് നാട്യ ശ്രീ പ്രഭാകർ അങ്ങനെ എന്തോ. ചെങ്ങന്നൂർ, കാരക്കാട്, ചെങ്ങന്നൂര് കേട്ടു. ചെങ്ങന്നൂര് അതായത് പന്തളം കഴിഞ്ഞിട്ട് ചെങ്ങന്നൂര്, തിരുവല്ല, അതിനിടയ്ക്ക്. ഇഷ്ടംപോലെ കേരളത്തിലാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു ഡാൻസ് ടീച്ചർ ഉണ്ടാവും സംശയം. അത്രയും അധികം ഉണ്ട്. മേഡത്തിന്റെ വീട്? ഞാൻ ആന്ധ്രയാണ്, മലയാളിയല്ല. മലയാളം പഠിച്ചതാണ്. ഇപ്പൊ താമസിക്കുന്നത് എറണാകുളം. ഇന്ന് നമ്മളോടൊപ്പം ലഭിച്ചു വരുന്നത്, നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് സാവധാനം കിടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നവരാത്രിയുടെ പ്രത്യേകത എന്താണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നവരാത്രി എന്നുള്ളത് അറിവിന്റെ ഉത്സവമാണ്. നമ്മുടെ ഭാരതത്തിന് ഒട്ടാകെ, ഭാരതം മുഴുവനും നവരാത്രി ആഘോഷിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ദസറ, കാളിപൂജ തുടങ്ങിയ പേരുകളിൽ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന് പിന്നിൽ ഓരോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസം 9 ദേവിമാർക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 9 ദേവിമാരെ എന്ന് പറയുന്നത് ആ ദേവിമാരുടെ ഭാവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, ബ്രഹ്മചാരിണി,
അങ്ങനെ തുടങ്ങി 9 ദേവിമാരുടെ ആ ഭാവത്തെ ആരാധിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ സരസ്വതി പൂജ എന്നാണ് ഈ നവരാത്രി മഹോത്സവത്തെ അറിയപ്പെടുന്നത്. 3 ദിവസമാണ് കേരളത്തില് സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും കണ്ടുവരുന്നത്. 3 ദിവസത്തെ ആഘോഷം. നമ്മുടെ ഈ നവരാത്രി ബൊമ്മഗുലുവിൽ നോക്കിയാൽ നമുക്ക് 9 പടികൾ, ഏത് ബൊമ്മഗുലുവിൽ നോക്കിയാലും 9 പടികളെ കാണാം. ആ 9 പടികൾ 9 ദിവസത്തെ സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞ 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ സ്റ്റാൻഡാണ്, ആ ദേവിമാരുടെ സ്റ്റാൻഡാണ് ഇവിടെ കാണാം. ഈ സ്ഥലത്ത് കാണാം. നേരത്തെ പറഞ്ഞ ഓരോ ദിവസവും ഓരോ ദേവിമാരും. ഈ ഗുരുവില് 3 ദേവിമാരുടെ സ്ഥാനം കാണാം ഏറ്റവും മുകളിലായി. ഈ 9 ദിവസം ആരാധിക്കുന്നതിനോടൊപ്പം ഈ 3 ദേവിമാർക്ക് പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം കാളി അല്ലെങ്കിൽ ദുർഗ ഉപാസന, അതിനുശേഷം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, ലാസ്റ്റ് 3 ദിവസം അറിവിന്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിക്കും. അതായത് ഒരു സാധകൻ ഉപാസന ചെയ്ത് ഉപാസനയുടെ വിജയം കൈവരിക്കുന്നത് ആ വിജയദശമി ആഘോഷിച്ചുകൊണ്ടാണ്. 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, നിരന്തരം ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിന് പ്രാധാന്യം നൽകുന്നത് ഈ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു ആഘോഷ സമയത്ത്, ഈ നവരാത്രി ആഘോഷ സമയത്ത്. ഇതൊരു ധ്യാന സെന്ററാണ്. B2B എന്നുള്ളത് ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററില് പൂജകളോ ആരാധനകളോ അതിനല്ല പ്രാധാന്യം നൽകുന്നത്. ആന്തരിക നിരീക്ഷണമാണ് ഇവിടുത്തെ പൂജ. പലപ്പോഴും നമ്മൾ സാധകരോടും പൊതുജിയോടും പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ധ്യാന സെന്ററിലെ ആരാധനാമൂർത്തികൾക്ക് പ്രാധാന്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ നവരാത്രി ആഘോഷകാലങ്ങളിൽ ഇങ്ങനെ ഒട്ടേറെ ദേവീ ദേവന്മാരുടെയും ബൊമ്മകളുടെയും ഈ ഒരു ഉത്സവം നമ്മൾ ധ്യാന സെന്റർ കൊണ്ടാടുന്നത്? അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഓരോ ആചാരങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു തത്വം ബോധിപ്പിക്കാൻ, ഒരേ ഒരു തത്വമേ ഉള്ളൂ, അതിനെ ബോധിപ്പിക്കാനാണ് എല്ലാ ആചാരങ്ങളും നമ്മളിലേക്ക് വരും. ആ തത്വത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് മീറ്റിനി ധ്യാന സെന്റർ ഇങ്ങനെ ബൊമ്മഗുലു ഒരുക്കിയിരിക്കുന്നത്. ഈ ബൊമ്മഗുലുവില് നോക്കിയാൽ നമുക്കറിയാം, കല്ലുണ്ട്, പുൽച്ചെടിയുണ്ട്, 6 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, 2 കാലുള്ളവയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട്, പഞ്ചലോഹത്തിലുള്ള ദേവിമാരുടെ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. പല നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെല്ലാം ദർശിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം ഒരു പ്രതീകം, ഒരു മിനി പ്രപഞ്ചം നമുക്ക് ഈ ഗുലുവിൽ കാണാൻ സാധിക്കും. ധ്യാന സെന്റർ ഇങ്ങനെ ഗുലു സെറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ദേവിമാരെ ധ്യാന സെന്ററിലെ 3 ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മളിൽ തന്നെയുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തമോ ഗുണത്തിലാണെന്നല്ലേ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ദേഷ്യഭാവമാണ് നമ്മൾ കൂടി നിൽക്കുന്നെങ്കിലും നമ്മൾ രജോ ഗുണത്തിലാണെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലോ നമ്മൾ സാത്വിക ഗുണത്തിലാണെന്ന്. ഊർജത്തിന് സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത്രയും വൈവിധ്യമാർന്ന രൂപങ്ങൾ എങ്ങനെയുണ്ടായി? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? സയൻസിൽ പഠിച്ചിട്ടുള്ളത്, ഒരു പദാർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? ആറ്റംസും മോളിക്യൂൾസും. അത് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാവുന്നത്. വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ തന്നെ H2O, 2 ആറ്റംസും മോളിക്യൂളും ചേർന്നല്ലേ, ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ചേർന്നാണ് വെള്ളം ഉണ്ടാവും. അപ്പൊ ഒരു കോമ്പിനേഷനിലൂടെയാണ് എന്തും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ
ആ ഒരു കോമ്പിനേഷൻ ഒരു രൂപത്തിന് ജന്മം നൽകും. അപ്പൊ ആ രൂപം ഉണ്ടായാലോ നമ്മൾ അതിന് നാമം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളും നാമരൂപാധികളുമായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും. ആ ഊർജത്തെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഊർജത്തിന് കാരണമാണ്. ഊർജത്തിന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണ്. ഊർജം എന്താണ്? ആറ്റത്തിലുള്ളത് നമ്മളുടെ ഊർജം തന്നെയാണ്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തപ്പോ രൂപങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ നാമരൂപാധികളിൽ നിന്ന് കൂടി നോക്കിയാൽ വ്യത്യസ്തത തോന്നും. അതായത് ഇതില് 75ഓളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹങ്ങളും ഓർണമെന്റ്സും എല്ലാം ഉണ്ട്. 3000-ലേറെ ബൊമ്മകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തം തോന്നും. എന്നാൽ ഇതിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ കാണുന്നെങ്കിലോ നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസവും. നമ്മളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു ഊർജം തന്നെയാണ്. ഇവിടെ ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത് ഒരു ബോധത്തിന്റെ, ആ ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. കോൺഷ്യസ്നെസ് എന്ന് സയൻസ് പറയും. പ്രപഞ്ചം നിലനിൽക്കുന്നത് കോൺഷ്യസ്നെസ്സിലാണെന്ന് പറയുന്ന പോലെ ഈ ഋഷിമാർ നമുക്ക് മുന്നിൽ പറഞ്ഞ ആ കോൺഷ്യസ്നെസ് പറഞ്ഞതാണ് ബോധം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഊർജവും ബോധവും മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ തത്വത്തെയാണ് നീറ്റുവി ധ്യാന സെന്റർ സമൂഹത്തിലേക്ക്, ധ്യാന സാധകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഗോൽഗോലു സെറ്റ് ചെയ്തിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം.
Sri Gurubhyo Namaha. Hari Om. Dear Guruji, distinguished guest, Natya Visharada Anupama Mohan, and dear co-sadhaks. I take great pleasure in introducing our distinguished guest, Anupama Mohan, who is the who currently conducts the Satyanjali Dance Academy, which specializes in Kuchipudi dance. In Kerala, this is the only dance school which primarily focuses on the Kuchipudi dance. Other forms of dance are not taught there. Before that, a little bit, you know, that side, we are in the meditation side, dhyana side, and this side, the distinguished guest is in another realm, more colorful, and that's the dance. But maybe for an ordinary person, these might seem two different aspects of life. But then basically there is an undercurrent that binds both these. That is the dhyana part and also the performing art. Any performing art for that matter. Now, just as Baluji said, we are, celebrating that aspect of life that is, the basis of life, that is energy and bodha, that is consciousness. Now, we do meditation here to reach that consciousness level, to be in that level always, to be in that Atma Smriti. And in that Atma Smriti only, the dancer also performs the dance. There the dancer and the dancing becomes one. So there also there is meditation. So there's a common thing, there's something common here. That's why our Guru invited this distinguished guest, because she has used her knowledge in dedicating it for the welfare of the society, in promoting the dance form and being in that ananda of performing in that full awareness. That is one joy, that ananda. We also experience the same ananda here when Guruji directs us to do every month, the third Saturday, when we come to do our the meditation. The whole day we are here doing Karma Seva, and then later in the evening for 4 hours we'll be doing the active passive meditation, in which what is included in that active meditation, even we have something called, besides passive meditation, we do the active meditation. It is chiefly for those who cannot focus inward directly. So they're slowly brought from the outward activity or mindful meditation, they're brought inward. There's also passive meditation, which takes you directly to that inner form. That is not by our ability, it's by the ability of our Guru who guides us into it in his under his aura. So there we have done, if you remember, the Natya Laya. Every session we do, ultimately we end up with the Natya Laya session of meditation. And there, that is where we can sort of correlate with Anupama Mohan in this aspect, because we are transported into that world of that awareness, full awareness, by being in the moment. That is, whatever instruction is given to you, you do that without getting your mind into it. So you're transported into the awareness level, bodha, not that intelligence, not the mind, not the intelligence. You go to the bodha level, and once you go to the bodha level, then he takes you to go into that silent mode, and then once you reach there, that ananda sets in, and then you're not that your old self, the physical form, your real form, your real identity
from me to me. Me is your, the physical aspect, your identity. The other me is the, the ultimate bodha. So you're transported to the bodha, and then you do the last session in our meditation is a music that is put, and then you have to dance. All those who have been transported to that bodha level will dance freely, absolutely, in harmony. It's a wonderful session. The beauty of the whole thing is there, because you're free, you're absolutely free. That's where we can understand what our distinguished guest is also experiencing throughout her life. Mrs. Mohan has been in this field since from childhood. She's from Nellore in Andhra Pradesh, but grew up in Nellore and also Madras, where she trained under Vempati Chinna Satyam, Kuchipudi dance, and then later married Mr. Mohan, the director of 2 films, Paksha and Shalini. 25 movies. 25 movies he has directed. Shalini and the Kootugari and Paksha and many other 25 films. So since then, since almost 25 years, she's been conducting the school, teaching Kuchipudi dance. So just imagine, from Andhra Pradesh, she's come to Kerala, learned the Malayalam language, and then afterwards knee operation, everything, but still she teaches. So you can understand how dedicated a teacher she is. So you think of the practical aspect, knee surgery, and then afterwards, when you have to do the the dancing, the extent of flexibility that the students, conform to, she has to take more trouble to instruct them, because that flexibility has to be there. In Kuchipudi, there is a little more of flexibility, body language and face, this abhinaya. These 2 things are the ones which make it more easy for the, for audience to understand. It's more simple, I believe. There's no need of mudras. That thing, it makes it more easy. So, such a dedicated teacher, the basic we can understand from this level, what we have experienced from the Natyalaya meditation, how involved this distinguished guest would be. For so many years, she has dedicated her knowledge that she has acquired in this performing arts to enhance the quality of life of the society. So we are very honored to have such a distinguished guest, and more about the dance and about her life, how she tackles all these problems. We will get to know from our distinguished guest. There's a program somewhere over here in Trivandrum itself. So she'll be to that venue and only then going back. So and we are highly sort of enriched by her presence, and also what message she would like to convey to us. And remember that this distinguished guest is always in a state of that dhyana when this is when she's imparting her knowledge. So that's why our Guru knows that this is the basis of the distinguished guest. That's why she's been invited to this center to be conferred with the Margabandhu Puraskaram. Thank you. നവരാത്രി ആഘോഷങ്ങളിൽ നീറ്റ് മീറ്റ് ധ്യാന സെന്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മാർഗബന്ധ പുരസ്കാരം എന്നുള്ള ആ ഒരു ലളിതമായിട്ടുള്ള ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിച്ചു. ഇതൊരു ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററിലെ സൈലൻസിനാണ് പ്രാധാന്യം നൽകുന്നത്. സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഊർജത്തെയും സ്വഭാവ വ്യത്യാസങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ ഊർജത്തെ തിരിച്ചറിഞ്ഞ ആ ബോധത്തിലേക്ക് എത്താനുള്ള മാനസികാവസ്ഥ നമ്മളിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പൊ ആ ധ്യാനത്തിന് തടസ്സമാവുന്ന ഒന്നും, ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നും ധ്യാന സെന്ററിൽ കാണാറുണ്ട്. നവരാത്രി ആഘോഷങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുമെങ്കിലും ഒരിക്കലും അതൊരു സൈലൻസിനെ ബ്രേക്ക് ചെയ്യാറില്ല.
അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. 10 ദിവസത്തെ റിട്രീറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ധ്യാന സെന്ററിൽ നവരാത്രി ആഘോഷം നടത്തുന്നത്. അപ്പം ഈ മാർഗബന്ധ പുരസ്കാരം തന്നെ സാധാരണ പുരസ്കാരങ്ങൾ നമ്മൾ അറിയാം, നമ്മള് സദസ്സിന്റെ മുന്നിൽ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ്. എന്നാൽ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്റർ മാർഗബന്ധ പുരസ്കാരം നൽകുന്നത് സദസ്സിന് മുന്നിൽ വെച്ചാണ്, സാധകരുടെ മുന്നിൽ വെച്ച് ഈ നവരാത്രി ബൊമ്മക്കൊലുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ സാധകന് ഉപാസകന് നൽകുന്ന ഒരു പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ആ ഒരു സാധകൻ എന്തുകൊണ്ട് ആ പുരസ്കാരത്തിന് യോഗ്യത നേടി, അതിന് മാനദണ്ഡങ്ങളുണ്ട്. 3 മാനദണ്ഡങ്ങളാണ് ഔദ്യോഗിക കൽപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ആ സാധകൻ അതൊരു സാധകനായിരിക്കും, ഉപാസന പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത്, ആ ഉപാസന ഒരു ചിട്ടയായിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത വ്യക്തിയായിരിക്കണം. മൂന്നാമത്തേത്, ആ ചിട്ടയോടുള്ള ജീവിതം സമൂഹത്തിന് സേവനമായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക്, ഗുരുക്കന്മാർക്ക് നൽകുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. കാരണം നമ്മൾ അങ്ങനെയുള്ള മഹാത്മാക്കളെ അത്രത്തോളം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുന്നുണ്ട്. അത് ഈ ബൊമ്മക്കൊലുവിനെ സാക്ഷിയാക്കിക്കൊണ്ട്, ഈ പ്രപഞ്ചത്തെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ സൈലൻസ് നൽകുന്ന പുരസ്കാരം. തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റ് മീ ധ്യാന കേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്ക് സമഗ്ര വികാസാത്മകമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററിൽ നൽകി വരുന്ന ബൊമ്മക്കൊലു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റ് മീ ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബൊമ്മക്കൊലു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ ഗുരു നാട്യവിശാരദ അനുപമ മോഹൻജിക്ക് മാർഗബന്ധ പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് പ്രസാദിച്ചു. Meet Me Meditation Center at Balarapapuram, Thiruvananthapuram aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, this center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of Navaratri Bammakulu Festival 2025. Hence, with great pleasure, the Margabandha Puraskaram is being conferred to Guru Natya Visharada Anupama Mohan, Satyanjali Dance Academy, Kochi, for their noble humanitarian selfless service and holistic healing, which maintains the balance in universal harmony, in dedication to eternal truth, Avadut. ശ്രീ ഗുരുഭ്യോ നമഃ. മീ ടു മീ മെഡിറ്റേഷൻ സെന്റർ എന്നെ ഇത്രയും വലിയ ഒരു സ്ഥാനത്തേക്ക്
കൊണ്ടെത്തിച്ച ഗുരുജിക്ക് പാദനമസ്കാരം ഞാൻ ചെയ്യുന്നു. നേരത്തെ ഇവിടെ ബൊമ്മലക്കൊലുവിനെ പറ്റിയിട്ട് അവിടുത്തെ വെള്ളം, വായു, അങ്ങനെ പല ആസ്പെക്ട്സിനെ പറ്റിയിട്ട് അവിടെ സംസാരിച്ചു. അത് ഞാൻ എനിക്ക് ഇന്ന് തന്ന ഈ അവാർഡ് പഞ്ചഭൂതങ്ങളുടെ സാക്ഷിയായിട്ടും ഞാൻ അതിനെ സ്വീകരിക്കുന്നു. എന്തും നമുക്കൊരു ഗുരു ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥാനത്തേക്കും നമ്മൾ എത്തിപ്പെടില്ല. നമുക്കൊരു ഗുരു തീർച്ചയായിട്ട് എന്തിനും ആവശ്യമാണ്. നമ്മൾ ജനിക്കുമ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിയായിട്ടും വളർന്നു വരുമ്പോൾ ഒരു സാധാരണ എനിക്ക് അത്ര നല്ല മലയാളം അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നു പറയാൻ വേണ്ടിയിട്ട്. ഒരു കല്ലായിട്ട് മാറുന്നു നമ്മൾ, ഒരു കല്ലായിട്ട്. അത് റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയലിനെ അത് ഒരു ഗുരുവിൻ്റെ കയ്യിലേക്ക് പോകുമ്പോഴാണ് ആ ഗുരു അതിനെ ഒരു പോളിഷ് ആക്കിയിട്ട് അത് ഒരു ഡയമണ്ടിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത്. ഈ കല്ലായിരിക്കുമ്പോഴും അത് ഡയമണ്ട് തന്നെയാണ്. പക്ഷേ അതിനെ എപ്പോൾ ഒരു പോളിഷിങ് കിട്ടുന്നോ അത് അന്നാണ് സമൂഹത്തിൽ അത് ഒരു ഡയമണ്ടായിട്ട് അംഗീകരിക്കപ്പെടുന്നുള്ളൂ. നമുക്കൊരു ഗുരു എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് വരുന്ന സമയത്ത് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നുള്ളത്. അത് നിയന്ത്രിക്കാനുള്ള ഒരു സംഗതിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ഇന്നലെ എനിക്കൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കളിക്കണ്ട, ഞാൻ തടി വെച്ചു, അങ്ങനെ പല കോംപ്ലക്സുകളും എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഞാൻ അറിയാണ്ടല്ല, ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് നിനക്ക് പറ്റും, നീ കളിക്കേ എന്ന് ഒരു സൈഡിൽ നിന്ന് എന്നോട് പറയുന്നു. പക്ഷെ അതേ സമയത്ത് അത് പറ്റായ്മല്ല, പക്ഷെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന അത്രയും ഭംഗി എനിക്ക് അതിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കാരണമാണ് ഞാൻ ഇത് ചെയ്യില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആ കല അതെനിക്ക് ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. എൻ്റെ ജീവൻ ഉണ്ടാവുന്നവരിലും എനിക്ക് എൻ്റെ കയ്യും കാലുകൾ ചലിക്കുന്നവരിലും ഞാനത് ചെയ്യും. ചിലപ്പോൾ ഞാൻ പറയും, കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട, പക്ഷെ അത് എൻ്റെ ഒരു ഉപാസനയാണ്. ഒരാൾക്ക് ഒരു പൂജ ചെയ്യുന്നത് അത് അവരുടെ ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ട. നമ്മുടെ തമ്മിലുള്ളത്, ഞാൻ പൂജിക്കുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവത്തിനെയാണ് ഞാൻ പൂജിക്കുന്നത്. അവർ രണ്ടാളുടെ തമ്മിലുള്ളത് മാത്രമാണത്. അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ഈ നൃത്തകല എന്നുള്ളത്. ഞാൻ അതിനെ വളരെ ദൈവികമായിട്ടും അതിൻ്റെ അപ്പുറത്തായിട്ടും ആണ് ഞാൻ കാണുന്നതും അനുസരിക്കുന്നതും. അതിൻ്റെ കാരണം ഇന്ന് ഞാൻ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ, ഇതുപോലുള്ള ഒരു ഗുരുക്കന്മാരുടെ മുമ്പിൽ എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു അർഹത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വെറും എൻ്റെ അച്ഛനമ്മയുടെ മകളായിട്ടോ ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയാണെങ്കിലോ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വിദ്യ പഠിച്ച കാരണം ആണ്
അത് എവിടെ നിന്ന് കിട്ടി? എൻ്റെ ഗുരുവിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. ആണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള ഒരു അർഹതയും ഭാഗ്യം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളറിയാത്ത ഒരു, നേരത്തെ പറഞ്ഞ മാതിരി നിശബ്ദം, അതാണോ എന്ന് തോന്നിപ്പോകുന്നു. ആണ്. അപ്പോൾ ഇതിനെ അർഹത എനിക്ക് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പറ്റുമോ? ഞാൻ ഇത്രയും എനിക്ക് അതിനെ അർഹത്തുള്ള ആളാണെന്നോ ഞാൻ കണ്ണനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, ഗുരുവമ്മയ്ക്ക് അല്ലാണ്ട് വേറെ ഒരാൾക്ക് ഇത് അർഹത്തില്ല, ഗുരുവമ്മയ്ക്ക് പറ്റുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, എന്താണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഗുരുവമ്മ അവിടെ ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ കണ്ണനൻ പറയുന്നത് എൻ്റെ ശിഷ്യനാണ്, അത് കാരണമാണ് ഞാൻ മകനെ പോലെ അവൻ എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പൊ എന്തും ഇത് ദൈവത്തിൻ്റെ ഒരു വഴികൾ മാത്രമാണ്. ഇപ്പോൾ ഗുരുജി കണ്ണനോട് ചോദിച്ചു കാണും ആരെങ്കിലും എന്നുള്ളത് എനിക്കറിയില്ല. കണ്ണനക്ക് ആ സമയത്ത് എന്നെ പറ്റിയിട്ട് അവൻ അത്രയും വലിയ സ്ഥാനത്ത് തന്നെയാണ് കണ്ണൻ എന്നെ കാണുന്നത്. പക്ഷെ ഓരോരാളും ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, ഇതിനെ ഞാൻ ശരിയാണോ? ഇതിനെക്കാട്ട് അപ്പുറത്തെ ആളില്ലേ, ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവാറുണ്ട്. അതൊരിക്കലും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അത്ര ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കാരണം മാത്രമാണ് എനിക്ക് പറ്റോ വേണോ. ഞാൻ കണ്ണൻ്റെ അടുത്ത് അത് തന്നെയാണ് പറഞ്ഞത്, കണ്ണാ വേണ്ടാടാ, ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതാണ്. അല്ലാണ്ട് ഒരു തലകനം, ഹെഡ് വെയ്റ്റോ അങ്ങനെയൊക്കെ ആയിട്ടല്ല. എനിക്ക് അങ്ങനെ ഒന്നുമല്ല. എന്തായാലും ഇത്രയും വലിയ ഒരു സദസ്സിൽ, ഒരു നിശബ്ദത്തിൽ, ആ നിശബ്ദത്തിൻ്റെ ഒരു അംഗീകാരം ഞാൻ ഏറ്റുവാങ്ങിയതിന് എൻ്റെ അച്ഛനമ്മമാരോടും എൻ്റെ ഗുരുവിനോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഗുരുജി. താങ്ക് യു എവ്രി വൺ. താങ്ക് യു എവ്രി വൺ.